ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. എല്ലാവർക്കും ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചെന്നിരിക്കാൻ ഭൂമിയില്ല, പറന്നു പറ്റാൻ മരങ്ങളില്ല, ഭൂമിയമ്മേ ഭൂമിയമ്മേ നല്ല വാതിൽ തുറക്കണമേ. നമ്മുടെ കേരളീയ ഗ്രാമങ്ങളിൽ കേട്ടിരുന്നത് നാടൻ പാട്ടാണിത്. പാട്ടുകളുടെയും കഥകളുടെയും തീരാഖനിയായ കേരളത്തിലെ ഗ്രാമങ്ങളിലൂടെയുള്ള ഈ യാത്ര തുടരുകയാണ്. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമുക്ക് നമ്മുടെ ജൂറി മെമ്പേഴ്സിനെ പരിചയപ്പെടാം. ഡോക്ടർ കെ പി കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ RVG മേനോൻ, ഡോക്ടർ ലതാ ഭാസ്കർ, സോഷ്യൽ ഡെവലപ്മെന്റ് എക്സ്പെർട്ട്, കൂടാതെ അതിഥി ജൂറി നടനും സംവിധായകനുമായ ശ്രീ മധുപാൽ. ശരീരശുദ്ധി ആയുർവേദത്തിന്റെ അടിസ്ഥാനമാണ്. നാടിന്റെ ശുദ്ധി പരിസരബോധത്തിന്റെയും. മാലിന്യ സംസ്കരണത്തിന്റെ പുതിയ പാഠങ്ങളുമായി ഗ്രീൻ കേരള എക്സ്പ്രസ് വേദിയിലെത്തുന്നു തൃശൂർ ജില്ലയിലെ മാള പഞ്ചായത്ത്. നമുക്ക് സ്വാഗതം ചെയ്യാം മാള പഞ്ചായത്തിനെ. ഇനി നമുക്ക് മാള പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നവരെ പരിചയപ്പെടാം. ശ്രീ TP രവീന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, CN അനിൽകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, ശ്രീ TS വിജയൻ, ശ്രീ ഗംഗാധരൻ ആക്കപ്പിള്ളി, ശ്രീ PV ജോണി. ഇനി നമുക്ക് പഞ്ചായത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചറിയാം. സാറിന് എന്താണ് സാറിന്റെ സ്വന്തം പഞ്ചായത്തിനെ പറ്റി ലോകത്തോട് പറയാനുള്ളത്? തൃശ്ശൂർ ജില്ലയുടെ ഏറ്റവും തെക്കേ അറ്റത്ത് കിടക്കുന്ന പഞ്ചായത്താണ് മാള. മാളയെ പുറം ലോകവുമായിട്ട് ഏറ്റവും കൂടുതൽ അറിയിച്ച രണ്ട് വ്യക്തികൾ, ഒന്ന് മാളയിലെ വലിയ രാഷ്ട്രീയ നേതൃത്വം ആയിരുന്ന ശ്രീ KK കരുണാകരനും, അതോടൊപ്പം തന്നെ മാളയ്ക്ക് തന്നെ അഭിമാനിക്കാവുന്ന നല്ല കലാകാരനായിട്ടുള്ള മാള അരവിന്ദനുമാണ്. അതോടൊപ്പം തന്നെ മാള മറ്റുള്ള പല പൈതൃകങ്ങളുടെയും അതോടൊപ്പം തന്നെ ജൂത കുടിയേറ്റത്തിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ സ്മരണകളുള്ള പഞ്ചായത്താണ് മാള. ശരിയായും മാളയുടെ പേര് മാൾഹ എന്നാണ്, അഭയകേന്ദ്രം എന്നാണ് അതിന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് മാളയെ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമുക്ക് മാളയിലെ ചില കാഴ്ചകൾ കാണാം. അഭയസ്ഥാനം എന്നർത്ഥം വരുന്ന മൾഹ എന്ന ഹീബ്രു വാക്കിൽ നിന്ന് മാള എന്ന പേരുണ്ടായി എന്നൊരു പക്ഷമുണ്ട്. മാള അങ്ങാടി പഴയ ജൂതത്തെരുവായിരുന്നു. യഹൂദന്മാരുടെ ആരാധനാലയമായിരുന്ന സിനഗോഗ് ഇന്നുമുണ്ട്. ഇതിനു പുറമെ ഒരു ജൂത സെമിത്തേരിയും ഈ പ്രദേശത്തിന്റെ പോയ കാലത്തിന്റെ കഥകൾ പറയുന്നു. 3 കല്ലറകൾ ഈ ജൂത സെമിത്തേരിയിൽ ഉണ്ട്. സർപ്പാരാധനയ്ക്ക് പേരുകേട്ട പാമ്പുമേക്കാട് മന ഈ പഞ്ചായത്തിലാണ്. പ്രാചീന കച്ചവട കേന്ദ്രമായിരുന്നു മാള ടൗൺ. പണ്ട് മാള കടവ് വഴി കാർഷികോൽപ്പന്നങ്ങളും മറ്റും കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും കയറ്റി അയച്ചിരുന്നു. മാള പഞ്ചായത്തിന്റെ ചില ചരിത്ര കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇനി വികസനത്തിന്റെ കാര്യങ്ങൾ, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് ചോദിക്കാം. സർ, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് വികസനത്തിന്റെ കാര്യത്തിൽ മാള പഞ്ചായത്തിൽ നടക്കുന്നത്? മാളയുടെ സമഗ്ര വികസനമാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെങ്കിൽ പോലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തെ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അനിവാര്യ ചുമതലയായിട്ടുള്ള സമ്പൂർണ്ണ ശുചിത്വവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷയും
ഈ വിഷയത്തെയാണ് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് മാള പഞ്ചായത്തിലെ വികസന കാഴ്ചകൾ കാണാം. ആദ്യഘട്ട നിർമ്മൽ പുരസ്കാരം ലഭിച്ച 6 പഞ്ചായത്തുകളിൽ ഒന്നാണ് മാള പഞ്ചായത്ത്. വിപുലമായ ശുചിത്വ പദ്ധതികളുടെ പേരിലാണ് മാള പഞ്ചായത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. നിർമ്മൽ പുരസ്കാരം ലഭിച്ചതോടുകൂടി മാള പഞ്ചായത്ത് മാലിന്യ സംസ്കരണ രംഗത്ത് സജീവമായിരിക്കുകയാണ്. മാള ടൗണിലെയും പരിസര പ്രദേശങ്ങളിലെയും മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായി പഞ്ചായത്ത് 4 ജീവനക്കാരെയും നിയമിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഇവർ മാലിന്യങ്ങൾ ശേഖരിച്ച് പഞ്ചായത്ത് വക വണ്ടിയിൽ ഇൻസിനേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു. മാള പഞ്ചായത്തിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഇൻസുലേറ്ററാണിത്. 15 ലക്ഷം രൂപ മുടക്കിയാണ് 2005-2006 കാലഘട്ടങ്ങളിൽ ഈ ഇൻസുലേറ്റർ ഇവിടെ സ്ഥാപിച്ചത്. ഇപ്പോൾ 4ഓളം ജീവനക്കാർ ഇവിടെ ജോലി ചെയ്തു വരുന്നു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഈ ഇൻസുലേറ്റർ മുഖേന കത്തിച്ചു കളയുന്നു. ഈ പദ്ധതിയുടെ ബാക്കിയായി ക്ലീൻ കൊച്ചി മാതൃകയിൽ 30 ലക്ഷം രൂപയുടെ പദ്ധതികളാണ് മാള പഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്. സെൻട്രലൈസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ്, ഹോട്ടലുകൾക്കും മറ്റ് ആവശ്യമായ ചെറിയ ബയോഗ്യാസ് യൂണിറ്റുകൾ, പ്ലാസ്റ്റിക് ഉപയോഗിച്ച് റോഡ് ടാറിംഗ് നടത്താവുന്ന സാങ്കേതിക വിദ്യ നടപ്പാക്കൽ എന്നിവയും വരും പദ്ധതികളുടെ ഭാഗമാണ്. എല്ലാ വീടുകളിലും കക്കൂസ് എന്നതാണ് മാള പഞ്ചായത്തിന്റെ മറ്റൊരു ശുചിത്വ പദ്ധതി. BPL രേഖയ്ക്ക് താഴെയുള്ള എല്ലാ വീടുകളിലും പഞ്ചായത്ത് കക്കൂസ് നിർമ്മിച്ചു നൽകിക്കഴിഞ്ഞു. സോഷ്യോ എക്കണോമിക് യൂണിറ്റും ഗ്രാമപഞ്ചായത്തുകളുമായി സഹകരിച്ച് സമ്പൂർണ്ണ സാനിറ്റേഷൻ പദ്ധതി നടപ്പിലാക്കാൻ ആരംഭിച്ചു. 2004 ഈ പദ്ധതി അതിന്റെ പൂർണ്ണതയിൽ എത്തിത്തുടങ്ങിയത്. എല്ലാ സ്കൂളുകൾക്കും അംഗൻവാടികൾക്കും വീടുകൾക്കും കക്കൂസ് നിർമ്മിച്ചു നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ഈ കോളനിയിലെ എല്ലാ വീടുകൾക്കും കക്കൂസ് നിർമ്മിച്ചു നൽകി. വീട് കെട്ടിയപ്പോൾ ഒരു കക്കൂസ് കിട്ടിയിരുന്നു. അതൊരു ഒറ്റക്കുഴിയായിരുന്നു. അത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എയിലെ കൂത്തി മണ്ണൊക്കെ നിറഞ്ഞ് ഉപയോഗിക്കപ്പെടാതെ വീണ്ടും പഞ്ചായത്തിൽ അപേക്ഷ വെച്ചപ്പോൾ ഞങ്ങൾക്ക് കക്കൂസിനുള്ള അനുമതി തന്നു. ഞങ്ങൾക്ക് അവർ കക്കൂസ് നിർമ്മിച്ചു തന്നു. അത് കഴിഞ്ഞപ്പോൾ പഴയ വീടൊക്കെ പൊളിച്ച് പുതിയ വീട് വന്നപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് കക്കൂസ ചിലവർക്ക് വീടിനകത്തും ചിലവർക്ക് വീടിന് പുറത്തായിട്ട് ഞങ്ങൾക്ക് വീണ്ടും പഞ്ചായത്തിൽ നിന്ന് കക്കൂസയ്ക്ക് നിർമ്മാണത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കക്കൂസുകൾ കിട്ടിയിട്ടുണ്ട്. പുതുതായി പണി കഴിയുന്ന വീടുകളിൽ അപ്പോൾ തന്നെ കക്കൂസ് നിർമ്മിച്ചു നൽകുക എന്നത് മാള പഞ്ചായത്തിലെ ശുചിത്വ പദ്ധതിയുടെ ഭാഗമാണ്. ഗ്രാമസഭ വഴിയാണ് ഇതിനെപ്പറ്റി ഞങ്ങൾ കക്കൂസയ്ക്ക് അപേക്ഷ വയ്ക്കാൻ ആരും അറിഞ്ഞത്. അങ്ങനെ ഗ്രാമസഭയിൽ അപേക്ഷ വെച്ച് 3 മാസത്തിനുള്ളിൽ എനിക്ക് കക്കൂസറ ഇത് ശരിയായി കിട്ടി. പണി തീർന്നിട്ട് ഇപ്പോൾ 3 മാസമായി. വീടുകൾക്കൊപ്പം എല്ലാ സ്കൂളുകളിലും അംഗൻവാടികളിലും കക്കൂസുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. മാള പഞ്ചായത്തിലെ ശുചിത്വ പദ്ധതികൾ സമ്പൂർണ്ണവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി SC വിഭാഗക്കാർക്കും ജനറൽ വിഭാഗത്തിൽ BPL വിഭാഗക്കാർക്ക് സൗജന്യമായി കുടിവെള്ളം നടപ്പിലാക്കി വരുന്നു. SC വിഭാഗക്കാർക്ക് 4500 രൂപയും BPL വിഭാഗക്കാർക്ക് 2250 രൂപയുമാണ് സബ്സിഡിയായി നൽകിയിരിക്കുന്നത്. കേരള വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനാണ് ഈ വീടുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗക്കാർക്ക് 3 സെൻറ്റ് 5 സെൻറ്റ് ഒരു 6 സെൻറ്റ് സ്ഥലം വീതമാണ് വീട് വയ്ക്കാനും കക്കൂസ് നിർമ്മിക്കാനും അതോടൊപ്പം തന്നെ അതിൽ കിണർ ഉണ്ടായാൽ തൊട്ടടുത്ത് ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന വീട്ടുകാരുടെ മാലിന്യങ്ങൾ
ഈ